Hello guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേരള ലഞ്ച് മെനുവിലെ 26th വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ ബാക്കി വന്ന 2 പച്ചക്കറി ഉപയോഗിച്ചിട്ടുള്ള ഒരു മീലാണ്. അപ്പോൾ ഇതിൽ ഉണ്ടാക്കിയത് കുറച്ച് പിക്കിൾ വെച്ചിട്ടുണ്ട്, പിന്നെ വെണ്ടയ്ക്ക ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനൊരു വെണ്ടയ്ക്ക പുളി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു കായ ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു കായ ഫ്രൈ, കുറച്ചൊരു തമിഴ്നാട് സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് സാലഡും കൂടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചുവന്ന മട്ട ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആദ്യം കായക്കുള്ള മിക്സ്ചറിന് എല്ലാ പൊടികളും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു പേസ്റ്റ് ആക്കാം. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് ജീരകപ്പൊടി ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. കായ ചെറിയ തിൻ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ വെണ്ടയ്ക്ക പുളി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ വെണ്ടയ്ക്ക ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. അതേ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകും ഉലുവയും പൊട്ടിച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് കളർ മാറുന്ന വരെ അരിഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്തിട്ട് മസാല ഒന്ന് പച്ചമണം വിടുന്ന വരെ വറുത്ത് കൊടുക്കുക. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒപ്പം കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ വറുത്ത് വെച്ച് വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്ക വേവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങയും ജീരകവും നന്നായിട്ട് വെണ്ണ പോലെ അരച്ചത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യും. വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് തിളക്കട്ടെ. അപ്പോൾ ചെറിയൊരു തിള വന്നതിന് ശേഷം ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി കായയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കടുക് പൊട്ടിച്ച് കുറച്ച് വെളുത്തുള്ളി കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചോക്കെ വറക്കാം. വറുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി മുരിയുന്ന വരെ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കായ ഫ്രൈയും റെഡിയായി. അപ്പോൾ സിമ്പിൾ 2 വെജിറ്റബിൾ കേരള ലഞ്ച് മെനു റെഡിയാണ്. ഈ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.